എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PR നാഥ് എഴുതിയ കഥ പറയും ഗുരുനാഥൻ എന്ന പുസ്തകത്തിലെ ഏതാനും ചില ഭാഗങ്ങളാണ്. തീർച്ചയായിട്ടും PR നാഥ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ എല്ലാവർക്കും പരിചിതമാണ്. അമൃത TV ധന്യമീ ദിനം എന്ന ഒരു പരമ്പരയുടെ പ്രഭാഷണ പരമ്പരയെ അവതരിപ്പിച്ച വ്യക്തിത്വമാണ്. ഒരുപാട് മനോഹരമായ കഥകൾ അദ്ദേഹം ആ ഒരു പ്രഭാഷണ പരമ്പരയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഏതാനും ചില ഭാഗങ്ങളാണ് ധന്യമീ ദിനം എന്ന ആ പ്രഭാഷണ പരമ്പരയിലെ ഏതാനും ചില ഭാഗങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നമ്മളുമായി സംവാദിക്കുന്നത്. തീർച്ചയായിട്ടും കഥകൾ ഇദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്. ഒരു ഗുരുനാഥനോട്, സ്ഥിരമായി പറയുന്ന ഗുരുനാഥനോട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഈ കഥകളെ കൊണ്ട് എന്താണ് കാര്യം? നിങ്ങൾ സ്ഥിരമായി കഥ പറയുന്നല്ലോ, എന്താണ് കാര്യം എന്ന് പറയുമ്പോൾ ഗുരുനാഥൻ അവിടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥ പറഞ്ഞ് ഗുരുനാഥൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കഥ കേട്ടുകൊണ്ട് നിങ്ങൾ ഈ വലിയ കുന്ന് കയറിയിരിക്കുന്നു. കാരണം ആ ശിഷ്യന്മാർ എന്തറിഞ്ഞില്ല, ആ കുന്ന് കയറുന്നതിൻ്റെ ക്ഷീണം അറിഞ്ഞില്ല. ആ കഥ കേട്ട് ശ്രമിച്ചുകൊണ്ട് പോകുമ്പോൾ അറിയാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ കുന്ന് കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് കഥകൾ നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചില ജീവിത പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ, നമ്മൾ ചില നല്ല മനോഹരമായ കഥകളോ നല്ല നോവലുകളോ ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ജീവിതത്തിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക്, വളരെ മനോഹരമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ യാത്രകൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം. അതുതന്നെയാണ് വായനയുടെ ഒരു മനോഹരമായ ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലാദ്യമായി പറയുന്നൊരു കാര്യം ജീവിതയാത്ര എന്ന് പറയുന്ന ഒരു കഥയാണ്. ജീവിതയാത്ര എന്ന് പറയുന്ന കഥയിൽ നമുക്കറിയാം, ഒരു യാത്ര എന്ന് പറയുന്നത്, ഞാനിപ്പം മംഗലാപുരത്തേക്ക് ഫാമിലിയായി പോകുമ്പോൾ, അല്ലെങ്കിൽ മൂകാംബിക ദേവിയെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഉടുപ്പി കൃഷ്ണനെ കാണാൻ വേണ്ടി പോകുമ്പോഴൊക്കെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഉടുപ്പി അമ്പലമാണെങ്കിൽ പോലും അതിന് നടുവിൽ ഒരുപാട് നല്ല നല്ല മനോഹരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഒരുപക്ഷെ ഫാമിലിയുമായി നമ്മൾ ചായ കുടിക്കാൻ പോയ സ്ഥലം, പിന്നെ ആ യാത്രയിൽ നമ്മൾ കാണുന്ന വളരെ മനോഹരമായ പ്രകൃതി ഭംഗി, ഇതൊക്കെ ഈ യാത്രയുടെ ഭാഗമാണ്. ഈ ഒരു കഥയിൽ പറയുന്നത്, ഒരച്ഛനും മകനും ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ട് ഊട്ടിയിലെത്തിയപ്പോൾ ഊട്ടിയിലെത്തി ആ ഒരു ഹോട്ടൽ മുറിയിൽ അച്ഛനും മകനും എത്തിയപ്പോൾ മകൻ ആ വഴിയിൽ കണ്ട യാത്രകളുടെ ഭംഗികളെ പറ്റി പറയുന്നുണ്ട്. ഗൂഡല്ലൂരിൽ കണ്ട, റോഡരികിൽ കണ്ട ആനകളെ പറ്റി, അല്ലെങ്കിൽ വളരെ മനോഹരമായ പ്രകൃതിയെപ്പറ്റി ഒക്കെ ഇദ്ദേഹം പറയുമ്പോൾ അച്ഛൻ അത്ഭുതത്തോടെ മകനെ നോക്കുക, ഇതൊക്കെ ഉണ്ടായിരുന്നോ? അപ്പോൾ മകൻ തിരിച്ച് ചോദിച്ചു അച്ഛനോട്, അച്ഛൻ ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറയാ, ഇല്ല ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് കരുതിയാൽ ഞാൻ 500 രൂപയാണ് ഊട്ടിയിലേക്കുള്ള ടിക്കറ്റിനായി കണ്ടക്ടർക്ക് കൊടുത്തത്. അദ്ദേഹം എന്ത് ചെയ്തില്ല, ബാക്കി തന്നില്ല. അപ്പോൾ എൻ്റെ യാത്രകൾ മുഴുവൻ ഇദ്ദേഹം ബാക്കി തരാതെ പറ്റിക്കുമോ എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഊട്ടി വരെ എത്തിയത്. അപ്പോൾ മകൻ ചോദിച്ചു അച്ഛനോട്, ഇതിന് നടുവിൽ അച്ഛൻ ഈ പൈസക്ക് ബാക്കി കണ്ടക്ടറോട് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ പൈസ ഒന്നും എടുത്തിട്ട് ഓടി രക്ഷപ്പെടുകയൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായി തരും. പക്ഷേ ഇദ്ദേഹത്തിന് 2-3 അനുഭവമുണ്ട്, കണ്ടക്ടർമാർ പറ്റിച്ച അനുഭവം. ബാക്കി തരാം എന്ന് പറഞ്ഞിട്ടും തരാതെ പോയ അനുഭവം ഉള്ളത് കൊണ്ട് ഇയാൾക്ക് ഊട്ടി വരെ ഇയാൾക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റിയില്ല. ഇയാളുടെ മനസ്സ് മുഴുവൻ എന്താണ്, ഈ പൈസ, ഈ കണ്ടക്ടർ ബാക്കി പൈസ തരൂല എന്നുള്ള ടെൻഷനിലായിരുന്നു ഇയാൾ മൊത്തം യാത്രകൾ ചെയ്തിരുന്നത്. അപ്പോൾ മകൻ ചോദിച്ചു, അപ്പോൾ അച്ഛൻ ബസ് ഇറങ്ങിയതിന് ശേഷം അത് വാങ്ങിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഞാൻ നിൻ്റെ ആഹ്ലാദം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇറങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ കണ്ടക്ടർ ബാക്കി പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചോടിയിട്ടാണ് ആ പൈസ ബാക്കി ചോദിച്ചത് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ജീവിതം ഇങ്ങനെയല്ലേ, നമ്മൾ പൈസ ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ പൈസയുള്ള അമിതമായ ആസക്തി മൂലം നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ മനോഹരമായ കാര്യങ്ങൾ പലപ്പോഴും നമ്മളത് ചെയ്യുന്നുണ്ട്, ആസ്വദിക്കാൻ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലക്ഷ്യം എന്നുള്ളത് നമ്മൾ വളരെ ആസ്വദിച്ച്, നമുക്ക് എന്തെങ്കിലും എത്തണമെങ്കിലും നമ്മൾ വളരെ ജീവിതത്തിൽ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആ യാത്രയിൽ പോകുമ്പോൾ, ഒരു പണമുണ്ടാക്കാനായാലും ജീവിതത്തിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ആ യാത്രകൾ നമ്മൾ എന്ത് ചെയ്യണം, ആസ്വദിക്കണം എന്ന് PR നാഥ് ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.